ഷിൻകാക്ക വർക്കിന് പോകണുണ്ട്. നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. ഇക്കാക്ക് ഓതണ കാണുമ്പോൾ ഞാൻ ചെന്ന് അടുത്തിരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷിൻകാക്ക ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ അടുത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അയിനൂസത് ആ സോഫ സെറ്റിൽ നമ്മുടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കേദർ മീൻ എടുപ്പുണ്ടായിരുന്നേ. അത് വേഗം എടുത്ത് ഉപ്പും കായം തേച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നെല്ലാം ഒരു തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇറച്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിത്തേക്കൊന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ വരുന്ന വഴിക്ക്, അതായത് ഉമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മ കുറച്ച് സാമ്പാറും അതുപോലെ തന്നെ കേദർ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാത്രിത്തേക്ക്. അപ്പോൾ പിന്നെ കൂടെ പപ്പടവും അതുപോലെ തന്നെ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു സൈഡിൽ. ഞാൻ വേഗം തന്നെ ഉപ്പും കായം തേച്ചിട്ട് മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും കൂടെ കാച്ചെടുക്കുന്നുണ്ട്. പിന്നെ നാളെ രാവിലത്തേക്ക്, അതായത് നാസ്തക്കുള്ള പരിപാടിയായിട്ട് ഞാൻ നോക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൂരിക്ക് കുഴച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പൂരി സെറ്റായി കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തലേ ദിവസം തന്നെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ മേളിലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം വേഗം തന്നെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ശനിക്കാക്ക് എനിക്കിവിടെ പടം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ തീരെ പിടിക്കുള്ള കേട്ടോ അത്. ഞാനങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ വറുത്തതും സാമ്പാറും പിന്നെ കുറച്ച് ഇറച്ചി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പപ്പടവും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ മേല് കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് മേല് കഴുകുന്നത്. മീൻ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചൂടുവെള്ളത്തിൽ നല്ലൊരു മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ശരിക്കും അങ്ങനെ കൂട്ടിയിരുന്ന് ടി വി കാണാമെന്ന് വിചാരിച്ചു. ഏതൊരു പടം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വിജയുടെ പടമാണ്, തമിഴ് പടമാണ്. അപ്പോൾ ഞാനും ഇക്കാടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്കാക്ക് എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം എടുത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം ഞാൻ ഇനൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ കുറേ ദിവസത്തിൽ കൂട്ടണമെന്നാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉമ്മമാരും ഒക്കെ സാമ്പാർ